ദേശീയ ശരാശരി 11.99%. ഭയങ്കര വലിയ തുക പലിശ എടുത്തിരിക്കുന്നത്, വലിയ പലിശയ്ക്കൊക്കെ എടുത്തിരിക്കുന്നതുകൊണ്ട് പലിശ മൊത്തം എക്സ്പെൻഡിച്ചറിന്റെ 17.73% പലിശയ്ക്ക് വേണ്ടിയിട്ട് പോവാ. വികസന ചെലവ് ആകെ ചെലവിന്റെ 39.9% മാത്രമാണ് ആകെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ദേശീയ ശരാശരി 63.5. വ്യത്യാസം മനസ്സിലായ കേരളത്തിന്റെ? അപ്പൊ കൂടുതൽ പൈസ ചെലവാക്കുന്നത് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിനാണ്. പലിശ, ശമ്പളം, അത് മനസ്സിലായ, പെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. മറ്റത് നേരെ 39.9 നമ്മുടെ ആവുമ്പോൾ 63.5 അവര് വികസന കാര്യങ്ങൾക്ക് ചെലവാക്കുന്നത്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, മൂലധന ചെലവ്. അത് മൊത്തം GSDPയുടെ 1.34% മാത്രമാണ്. ദേശീയ ശരാശരി 3.2, സംസ്ഥാനങ്ങളുടെ ശരാശരി 3.09. അതായത് കടം എടുക്കുന്നത് മൂലധന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനല്ല വിനിയോഗിക്കുന്നത്. മൊത്തത്തിന്റെ ഒരു 1.34% മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിതിപ്പോ നിയമസഭയിൽ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്. അതായത് 35,000 കോടി രൂപയുടെ പ്ലാനാണ് ഇപ്പൊ നിലവിലുള്ള പ്ലാൻ. അതിനാണ് ഞങ്ങൾ ഗവൺമെന്റ് ഓൾട്ടർനേറ്റീവ് മെമ്മോറാണ്ടം കൊണ്ടുവന്ന് ബജറ്റ് കൊണ്ടുവരുന്നത്. ഇതിൽ 20,500 കോടി ഇപ്പൊ ഇല്ല. 15,000 കോടിയെ ബാക്കിയുള്ളൂ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ തെറ്റായ കണക്കാണ്. പ്ലാൻ അങ്ങനെ ഒരിക്കലും കൂട്ടാൻ പാടില്ല. അതായത് അവരുടെ ഒരു കണക്ക് 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് 55,000 കോടി രൂപ 5 കൊല്ലമായി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന 16ാം ധനകാര്യ കമ്മീഷനും അതുപോലെ ഗ്രാന്റ് തരും. ആദ്യത്തെ വർഷം 14,137 കോടി രൂപ കിട്ടും എന്ന് പ്ലാനിൽ എഴുതി വെച്ചു. അത് കിട്ടിയേക്കാം എന്നാണ് സംഭവം. പക്ഷെ 16ാം ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്തു? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് നിർത്തലാക്കി. അപ്പൊ പ്ലാനിലെ 14,137.69 കോടി ഇല്ല. മനസ്സിലാക്കണം. 2, 16ാം ധനകാര്യ കമ്മീഷൻ 15 ധനകാര്യ കമ്മീഷൻ നമുക്ക് തന്നിരുന്നത് 1.92% ഡെവല്യൂഷൻ, നികുതി വിഹിതം. അപ്പോ കഴിഞ്ഞ ഗവൺമെന്റ് കണക്ക് കൂട്ടി അത് 2.8 കിട്ടുമെന്ന്. ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷെ കിട്ടിയപ്പോ 2.38 കിട്ടിയുള്ളൂ. അതിൽ നഷ്ടം 5,758.93 കോടിയാണ്. ഇതിന് പുറമെ മറ്റേ ഗ്രാന്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഗ്രാന്റ് കിട്ടാത്തത് 603 കോടി. അപ്പൊ 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഇല്ല. ഒരു ഗവൺമെന്റും കേരള ചരിത്രത്തിൽ ഇതുവരെ ഫേസ് ചെയ്യാത്ത ഗുരുതരമായ സിറ്റുവേഷനാണ് നമ്മള്. പ്ലാനിന്റെ 35,000 കോടിയിൽ ഇവര് പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് വെച്ച 20,500 കോടി ഇല്ല. ഇതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. ഒരു ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ പാടില്ല. കിട്ടിയേക്കാം, കിട്ടും എന്നെല്ലാം പറഞ്ഞ് പ്ലാൻ ഉണ്ടാക്കാമോ? അങ്ങനെ ഉണ്ടാക്കിയ പ്ലാനാണ്. നോക്കിക്കോ, ഷെയർ ഓഫ് സെൻട്രൽ ടാക്സസില് ആ ഷോർട്ട് ഫോള് 2.8 കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് 2.3 കിട്ടിക്കഴിഞ്ഞപ്പോ 3 to 8 കിട്ടിക്കഴിഞ്ഞപ്പോ ഉള്ളത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ 14,137 രൂപ ടോട്ടലാണ്. 20,500 ഞാൻ പറഞ്ഞതിന്റെ സ്പ്ലിറ്റപ്പാണ്. അടുത്ത് അപ്പൊ പിന്നെ അതുകൂടാതെ സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത, സർക്കാർ അടിച്ചേൽപ്പിച്ച അധിക ബാധ്യത, ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഉള്ള DA DR കുടിശ്ശിക. DA ജീവനക്കാർക്ക്, DR പെൻഷൻകാർക്ക്, സപ്ലൈകോ, കാരുണ്യ ഇൻഷുറൻസ് കോൺട്രാക്ടർമാർക്ക്, പിന്നെ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ, SC ST കുടിശ്ശിക, ലോക്കൽ ബോഡിക്ക് അടക്കം 48,733 കോടി രൂപ. ഇതിൽ 21,690 കോടി രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. ഇതിന് കൂടാതെ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ശമ്പള കമ്മീഷന്റെ കാലാവധി പൂർത്തിയായി അവരുടെ റിപ്പോർട്ട് കൊടുത്ത് അതിന്മേൽ നടപടി ആ ഗവൺമെന്റ് എടുക്കണമായിരുന്നു. അത് മനഃപൂർവ്വം പേ കമ്മീഷൻ വെക്കാതെ
അവസാന സമയത്ത് പേ കമ്മീഷൻ വെച്ച് ഈ ഗവൺമെന്റ് വരുമ്പോൾ പേ കമ്മീഷൻ റിപ്പോർട്ട് തന്ന് ഗുരുതരമായ ബാധ്യത ഒരു ഗവൺമെന്റിന്റെ തുടക്കത്തിൽ തന്നെ ഈ ഗവൺമെന്റിന് ഉണ്ടാക്കി വെക്കും വേറെ. ഇത് കൂടാതെ കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും ബാധ്യത ഈ തുകയിൽ ഉൾപ്പെട്ടിട്ടില്ല. അല്ലാതെയാണ് ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരുന്നത്. നോക്കിക്കോ, DRES 21,670, DR എന്ന് പറയുന്ന പെൻഷൻകാർക്കുള്ളത് 14,000. ബിൽ ഡിസ്കൗണ്ടിങ് സിസ്റ്റം, ബാങ്കുകൾക്കും കോൺട്രാക്ടർമാർക്കും ഉള്ള ആ ഡിസ്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട് കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കുന്നത്. അതിൽ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത് 3,431 കോടി. UGC DRES യൂണിവേഴ്സിറ്റിയും കോളേജ് സ്റ്റാഫിന് 1,500 കോടി. ഹെൽത്ത് ഇതും കാസ്പ് മറ്റേ കാരുണ്യ സ്കീമിന് കൊടുക്കാനുള്ളത് 2,017 കോടി. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2,893 കോടി. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ 476 കോടി. SC/ST സ്കോളർഷിപ്പ് അരിയസ് പോലും കൊടുത്തിട്ടില്ല, 377 കോടിയാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 3ാം ഗഡു കൊടുക്കാതെയാണ് പോയത്, 1,982. അങ്ങനെയാണ് 48,733 വരുന്നത്. ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട തുക നേരെ DA അതെല്ലാം സപ്ലൈകോ KMC എല്ലാം ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് 21,000 കോടി രൂപ ഇപ്പൊ കൊടുക്കണം. പിന്നെ കേരളത്തിലെ ട്രഷറിയിൽ വലിയ തുക ക്യാഷ് ബാലൻസ് വെച്ചിട്ടാണ് സർക്കാർ പോയതെന്നും പറഞ്ഞുള്ള വ്യാപകമായ പ്രചരണമാണ്. ഇത് 2015, 16, 16, 17 സാമ്പത്തിക വർഷങ്ങളിൽ ട്രഷറിയും മെച്ചപ്പെട്ടായിരുന്നു. 17, 18, 18, 19 അത് ബാലൻസ് കുറയാൻ തുടങ്ങി. ഈ ബാലൻസിൽ ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ ഓരോ സമയത്ത് വരുന്ന പൈസ ഇപ്പൊ ഒരു 6,000 കോടി വരാൻ കാര്യം IGSTയും സെൻട്രൽ ഗ്രാന്റും വന്നു. പക്ഷെ മെയ് 16 ആയപ്പോഴേക്കും അത് 2,000 കോടിയായിട്ട് ചുരുങ്ങി. മെയ് 16-ന് 2,212 കോടിയായി. അപ്പൊ ഈ പൈസ ഇപ്പോ വ്യാപകമായി ഒരു പ്രചരിപ്പിച്ചത്, സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിച്ചത് ബാക്കി പൈസ വെച്ചിട്ടാണ് ഗവൺമെന്റ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിയമസഭയിൽ ഉദാഹരണം പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ശമ്പളം കിട്ടുന്നു 50,000 രൂപ. അപ്പൊ നിങ്ങള് എന്തൊക്കെയാണ് സാധാരണ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പലചരക്കടയിൽ കൊടുക്കണം, പാലുകാരന് കൊടുക്കണം, പത്രക്കാരന് കൊടുക്കണം, മീറ്റ് മേടിക്കണമെങ്കിൽ നോൺ വെജ് ആണെങ്കിൽ അവിടെ കൊടുക്കണം, മീൻകാർക്ക് കൊടുക്കണം. ഒരുപാട് ഒബ്ലിഗേഷൻസ്. ഇത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ സാധാരണ. പക്ഷെ നിങ്ങൾ വീട്ടിൽ ചെന്ന് മുറി അടച്ചിട്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയോട്, രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പറയുവാണ്, 50,000 രൂപ പോക്കറ്റിലുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട് 50, ഒറ്റ പൈസ ഇല്ല, കണ്ടാന്നേ. പക്ഷെ വാതിൽ തുറക്കാൻ പറ്റില്ല. എന്താ വാതിൽ തുറന്ന പലചരക്കടക്കാരൻ നിൽക്കുവാണ്, പാലുകാരൻ നിൽക്കുവാണ്, പത്രക്കാരൻ നിൽക്കുവാണ്, മീൻ കൊണ്ടുവന്ന് ചേച്ചി വരെ അവിടെ നിൽക്കുവാണ് വാതിക്കാൻ. ഇതാണ് ഈ ബാക്കി ഖജനാവിൽ വെച്ചിട്ടെന്ന് പറഞ്ഞതിന്റെ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. ഇതാണ് ബാക്കി വെച്ചേക്കണെന്ന് പറഞ്ഞത്. എന്നാ ബാക്കി വെച്ചാൽ 3ാം ഗഡു കൊടുത്തിട്ട് പോയിരുന്നില്ലേ? ഏറ്റവും SC/ST കുട്ടികളുടെ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് പോയിരുന്നില്ലേ? സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള തുകയാണ്, അത് കൊടുത്തില്ല. 3ാം ഗഡു കൊടുത്തില്ല. മരുന്ന് മേടിക്കാനുള്ള കാശ് KMCSL കൊടുക്കാൻ പാടില്ലായിരുന്നു, അതും കൊടുത്തില്ല. ഒടുക്കത്തെ വിലക്കയറ്റമാണ് കേരളത്തിൽ. 2,893 കോടി രൂപ കൊടുക്കാനുണ്ട് സപ്ലൈകോയ്ക്ക്. മാർക്കറ്റിൽ ഇടപെടേണ്ട ഏജൻസിയാണ്, കൊടുത്തില്ല. അപ്പൊ ഇത് ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു കാര്യമാണ് ഈ ട്രഷറി ബാലൻസ്. മനസ്സിലായല്ലോ? ഇത്രയും ബാധ്യത വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ട്രഷറിയുടെ കണ്ടില്ലേ ആ ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് അവസാനത്ത് നോക്കിയ 2024, 25 10 മാസം നെഗറ്റീവ് ആയിരുന്നു. ഏത് ട്രഷറി പൈസ ഉണ്ടായില്ല 12 മാസത്തില്. കഴിഞ്ഞ വർഷം 7 മാസം നെഗറ്റീവ് ആയിരുന്നു ഈ തുക. ഇപ്പോൾ ഇത് അവസാനം 16-ാം തീയതി 2,212 കോടിയാണ്. അപ്പൊ അത്രയും നമുക്ക് ഒബ്ലിഗേഷൻസ് ഉണ്ട്, ഡെറ്റ് ഒബ്ലിഗേഷൻസ് ഉണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വെറുതെ ആളുകളെ പരിഹസിക്കുന്നതിന് വേണ്ടി പറയാണ്. ഇപ്പൊ പദ്ധതി എക്സ്പെൻഡിച്ചർ കാണിക്കുന്നതിനും ഒരു ചെറിയ കൗശലം കാണിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിയേ, പദ്ധതി വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. 24, 23, 24 യഥാർത്ഥത്തിൽ ചെയ്തത് 30,000 കോടി ആണ് പദ്ധതി. ചെലവ് വരുത്തിയിരിക്കുന്ന 38,000 കോടിയായിട്ട് കാണിക്കണം. 127% പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നാണ്. നിങ്ങൾ ഞെട്ടിപ്പോവും. അതായത് പ്ലാനിൽ കട്ട് ചെയ്തേക്കുവാണ്. ശരിക്കും 30,000 കോടിയിൽ വലിയ തുക ഈ 24, 25, 23, 24 കുറവ് വന്നു. വലിയ തുക പ്ലാൻ സൈസിൽ ഇല്ലേ, കട്ട് ചെയ്തു. ഇതെന്താ ഇങ്ങനത്തെ കണക്ക് വന്നതെന്നറിയാമോ?
കിഫ്ബിയുടെ പൈസ, പെൻഷൻ ഫണ്ടിന്റെ പൈസ, ട്രാൻസ്പോർട്ടിന്റെ പൈസക്ക് ഇതിന്റെ കൂടെ കൂടിയേക്കും. അതെങ്ങനെ പ്ലാൻ എക്സ്പെൻഡിച്ചർ ആവുന്നു? കണക്ക് റിയലിസ്റ്റിക് അല്ല. ഫിനാൻസ് പോലും അറിയാതെയാണ് ഇങ്ങനത്തെ ഒരു കണക്ക് തയ്യാറാക്കി. പിന്നെ നമുക്ക് ലഭിക്കും എന്ന് കരുതുന്ന തനത് വരുമാനം യഥാർത്ഥ തുകയും തമ്മിൽ വലിയ അന്തരമാണ്. സംസ്ഥാനത്തിന്റെ തനത് വരുമാനം GSTP റേഷ്യോയിൽ 7.75 പക്ഷെ നാഷണൽ ആവറേജ് 8.5 ആണ്. നമ്മുടെ SOTR തനത് നികുതി വരുമാനം അത് GSTP അനുപാതത്തിൽ 6.41 ദേശീയ ശരാശരി 6.90 കുറവാണ്. ഇനി കിഫ്ബി ഒരു പ്രതിഭാസമാണ്. അതായത് ബഡ്ജറ്റ് ചെയ്തൊരു എക്സ്ട്രാ ബഡ്ജറ്ററി ആണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. എന്ത് ഗുണമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയതെന്നും കൂടി വ്യക്തമാക്കും. കാരണം സംസ്ഥാനത്തെ വരുമാനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന മോട്ടോർ വെഹിക്കിൾ സെസ് എല്ലാ വർഷവും കൊണ്ട് പോകും. 2000 കോടി മുതൽ 3000-4000 കോടിയൊക്കെ ആവും. അതാണ് അവരുടെ അടിസ്ഥാന ഫണ്ട്. അപ്പൊ അത് ബജറ്റിൽ നിന്ന് കൊടുക്കുന്നതാണ്. അവര് കടം മേടിക്കുന്ന വലിയ പലിശക്കാണ്. അതിനെക്കുറിച്ച് വലിയ ആക്ഷേപമുണ്ട്. വലിയ പലിശയ്ക്ക് കടം മേടിക്കും. കടം മേടിക്കുമ്പോൾ സോവറിൻ ഗ്യാരണ്ടി സ്റ്റേറ്റ് കൊടുക്കണം. അതായത് ഇവർക്ക് അടയ്ക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയും കിഫ്ബിയിലില്ല. അപ്പോൾ കിഫ്ബിക്ക് ഒറ്റയ്ക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും സർക്കാരിലേക്ക് വരും. അപ്പൊ സർക്കാർ തന്നെ പണം അടിസ്ഥാന ഫണ്ടും കൊടുക്കണം, കടം മേടിക്കുന്ന തുകയും സർക്കാർ കൊടുക്കണം. അതിന്റെ വലിയ പലിശ, ഭയങ്കര പലിശ, ഞാൻ കാണിച്ചു തരാം. വലിയ പലിശക്കാണ് കടം മേടിച്ചിരിക്കുന്നത്. ഈ പലിശയും സർക്കാർ കൊടുക്കണം. അപ്പൊ സർക്കാരിന്റെ മീതെയുള്ള ഒരു ബാധ്യതയായി. ഇത് സർക്കാരിന് പുറത്താണ് പ്രവർത്തിച്ചിരുന്നത്. ധനകാര്യ വകുപ്പിനെ പോലും അറിയിക്കാതെ പ്രത്യേക സാമ്രാജ്യമായിരുന്നു കിഫ്ബിയുടെ സാമ്രാജ്യം. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ക്യാബിനറ്റും തീരുമാനിച്ചിട്ടുണ്ട്, അത് ഒരു പഠനം നടത്തി എന്താണ് ചെയ്യേണ്ടതെന്ന് ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു തീരുമാനം കിഫ്ബിയുടെ കാര്യത്തിലുണ്ടാവും പഠനം നടത്തിയതിനു ശേഷം. വരിക. പലിശ നോക്കിയേ 8.809.56 അവസാനത്തെ കോളം. പലിശ നോക്കിയേ, പലിശ നിരക്കാണ്. ഇതിനേക്കാൾ കുറഞ്ഞ പലിശ നിരക്കിൽ കിട്ടും, ഗ്ലോബൽ ഫിനാൻസ് മാർക്കറ്റിൽ കിട്ടും. സ്റ്റേറ്റ് പോലും ഇത്രയും വലിയ പലിശക്കല്ല എടുക്കുന്നത്. ഈ പലിശക്ക് എടുത്തിട്ട് ഇവിടുത്തെ ബാങ്കിൽ കൊണ്ട് 6%-7% 7% ഡെപ്പോസിറ്റ് ചെയ്യും. മനസ്സിലായി? അപ്പൊ അത് വലിയ ഒരു ഇതാണ്. പിന്നെ ഓരോ ജില്ലകളിലും ഒരു വിധത്തിലുള്ള ഒരു റീജിയണൽ ബാലൻസും ഇല്ലാതെ വിവേചനമാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് കണ്ണൂരാണ് പരിപാടി കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കോളം നോക്കിയേ, അപ്രൂവ്ഡ് 20.4% കണ്ണൂര്. രണ്ടാമത്തേത് 16.7% തിരുവനന്തപുരത്ത്. 3 പാലക്കാട് 15%. 4 എറണാകുളം 11.4%. ബാക്കിയൊക്കെ നോക്കിയേ, 3.9, 2.4, 5.5, 1.4, 4.5. ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു വിവിധ ജില്ലകളിൽ വികസന പ്രവർത്തനങ്ങൾ അനുവദിച്ച്. ഇത് അരിയേഴ്സ് ആണ്. സംസ്ഥാന ഗവൺമെന്റിന് ലോൺ റീപേയ്മെന്റിലുള്ള സംസ്ഥാന ഗവൺമെന്റ് കിട്ടാനുള്ള പൈസയാണ് കാണിച്ചിരിക്കുന്നത്, പണ്ട് മുതലേ ഉള്ളത്. പിന്നെ സോഷ്യൽ സെക്ടറിലേക്കുള്ള ഓരോ സ്പെൻഡിങ് ഇപ്പൊ നോക്കിക്കോ. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സർവീസ്, കൃഷിക്ക് വേണ്ടി 2015-16 6.19 ഉണ്ടായിരുന്നത് ഇപ്പോ കുറഞ്ഞ് 3.20 2.97% കൃഷിയുള്ളത്. 15-ൽ നിന്ന് 10 കൊല്ലം കഴിഞ്ഞപ്പോ പെർസെൻറ്റേജ് കൃഷിക്ക് വേണ്ടി ചെലവാക്കുന്ന തുക പകുതിയായി കുറഞ്ഞു. റൂറൽ ഡെവലപ്മെന്റ് 11.10 ഉണ്ടായിരുന്നത് 5.97 സഹകരണം 0.46 0.10 ഇറിഗേഷൻ എല്ലാം കുറഞ്ഞു. പവർ 4.7 അത് മാത്രമാണ് കൂടിയിരിക്കുന്നത്, പവറിന്റെ മാത്രം. ബാക്കി എല്ലാം കുറവാണ്. ഇതാണൊരു ചിത്രം. അപ്പൊ
ഗുരുതരമായിട്ടുള്ള ഈ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള 20,500 കോടി രൂപയുടെ പ്രശ്നം, 48,000 കോടി രൂപയുടെ ബാധ്യത, മറ്റു ബാധ്യതകൾ കൂടാതെയാണ്, പലിശ ബാധ്യതകൾ കൂടാതെയാണ്. പെട്ടെന്ന് അടച്ചു തീർക്കേണ്ട 21,000 കോടി രൂപ, പിന്നെ കിഫ്ബിയുടെ ബാധ്യത, പെൻഷൻ ഫണ്ടിന്റെ ബാധ്യത ഉൾപ്പെടെ വലിയ ബാധ്യതയാണ് ഉള്ളത്. ഇതാണ് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ആരോഗ്യ ചിത്രം. ഏതാ? അല്ല, അത് നമുക്ക് നമ്മുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. ആ 127% പ്ലാൻ എക്സ്പെൻഡിച്ചർ ഇല്ല. പ്ലാനിൽ പെടാത്ത തുകയുടെ എക്സ്പെൻഡിച്ചർ കൂടി ഇതിനകത്തേക്ക് ചേർത്തിരിക്കുകയാണ്. ചേർക്കാൻ പാടില്ല. അത് ഈ കിഫ്ബിയിലെ KSRTC മറ്റു തുകകള്, പെൻഷൻ ഫണ്ടിന്റെ ഒക്കെ പൈസ ഇതിനോട് ചേർത്തേക്കുക. ഫിനാൻസ് പോലും അറിയാതെ ചേർത്തേക്കുവാണ്. അല്ല, മറികടക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. മറികടക്കണമല്ലോ, ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ട് ആ മാർഗങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതാണ് യഥാർത്ഥ സിറ്റുവേഷൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയണം. ഞാൻ ആദ്യം പഠിക്കും. അത് പഠിച്ചിട്ട് അവര് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. അല്ലല്ല, അത് വേറെ സംവിധാനം ഉണ്ടാക്കും. KSRTC അല്ല, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരെ കുറച്ചുകൂടി സെൽഫ് റിലയന്റ് ആക്കാനാണ്. സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. കറക്റ്റ് ചെയ്യും. എങ്ങനെ? അല്ല, ഇപ്പൊ എന്തായാലും ഇല്ലല്ലോ. ഇപ്പൊ ഈ 14,000 കോടി കിട്ടില്ലല്ലോ. വേണ്ടെന്നാണ് അവർ ശുപാർശ കൊടുത്തേക്കണത്. അല്ല, ആളുകള് ജീവനക്കാരായിട്ടുള്ള ആളുകള് സംഘടനകളൊക്കെ ശുപാർശ തന്നിട്ടുണ്ട്. ഞങ്ങളത് പരിഗണിച്ചിട്ടില്ല, ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. അല്ല, അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം ഭാഗത്താണ് കിട്ടാനുള്ളത്. ഓഡിറ്റിംഗ് ചെയ്ത സർട്ടിഫിക്കറ്റ് കൊടുക്കണം, യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കഴിഞ്ഞ സർക്കാർ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയല്ല. അതായത് അവര് പറഞ്ഞു GST കോമ്പൻസേഷൻ 5 കൊല്ലം കിട്ടി, 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നെങ്കിൽ 12,000 കോടി കിട്ടുമെന്ന്. അതെങ്ങനെ കിട്ടണം? GST ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് 5 കൊല്ലത്തേക്ക് കോമ്പൻസേഷനാണ്. 5 കൊല്ലത്തേക്കുള്ള കോമ്പൻസേഷനെ പറഞ്ഞിട്ടുള്ള അത് വാറ്റും 5 കൊല്ലത്തേക്കുള്ള കോമ്പൻസേഷൻ ആണ്. അതെങ്ങനെ 6ാമത്തെ കൊല്ലം കിട്ടുമായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞൊരു എമൗണ്ട് വയ്ക്കണത്? മനസ്സിലായി? ഇപ്പൊ പറഞ്ഞ കാര്യത്തിലത്തെ ഒരു എമൗണ്ട് ആണത്. അല്ലല്ലോ, ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ 55,000 കോടി രൂപ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. അപ്പൊ ഈ 55,000 കോടി 5 കൊല്ലം കൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഗ്രാന്റ് കിട്ടി. ഇപ്പൊ ഞങ്ങൾക്ക് 16ാം ധനകാര്യ കമ്മീഷന്റെ കാലത്താണ് ഞങ്ങൾ ഭരിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് അതില്ല. അപ്പോഴോ? എവിടെയാണ്, ഏത് ഭാഗത്താണ് കാണുന്നതെന്ന് പറഞ്ഞാൽ? ഏത് ഭാഗത്താണ് അങ്ങനത്തെ ഒരു വെള്ളപൂശല്? എവിടെയാണുള്ളത്? ഇതൊക്കെ ഈ ക്ലീശേ വന്ന കുറെ വാചകങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിക്കുന്ന ക്ലീശേ വന്ന കുറെ വാചകങ്ങളാണ്, കുറെ ലെഫ്റ്റ് ജാർഗൻസ്. അതൊന്നും വെച്ചുകൊണ്ട് റിയൽ ആയിട്ടുള്ള കണക്കാണ്, റിയൽ കണക്കാണ്. അത് ലെഫ്റ്റ് ജാർഗൻസ് വെച്ചുകൊണ്ട് ക്ലീശേ വന്ന വാചകങ്ങളൊന്നും വെച്ചുകൊണ്ട് കണക്കല്ലാതാവില്ല. മനസ്സിലായില്ലേ?
കണക്ക് കണക്ക് തന്നെയാണ്, അതിലൊരു വ്യത്യാസമില്ല. അല്ല അതല്ലല്ലോ പറഞ്ഞത്, അതിപ്പോ എല്ലാ കാലത്തും നഷ്ടത്തിലല്ലേ. അല്ല എല്ലാം കൂടി ചോദിക്കല്ലേ, ഞാനിപ്പോ ആദ്യം ചോദിച്ചതിന് മറുപടി പറയാം. KSRTC പല കാലത്തിലും നഷ്ടത്തിലായിരുന്നു, പക്ഷെ ഇതുപോലൊരു നഷ്ടം ഉണ്ടായിട്ടില്ല. 47,000 ജീവനക്കാരുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരുള്ള സമയത്ത്. അന്ന് ഇതിന്റെ 1/4 തുക കൊടുക്കണ്ട സ്റ്റേറ്റ് ഗവൺമെന്റ് സഹായിക്കാൻ. 5000 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അന്ന്. ഇപ്പൊ 3000 താഴെ ഷെഡ്യൂളും 22,000 ജീവനക്കാരേ ഉള്ളൂ. അന്ന് കൊടുത്ത സർക്കാർ കൊടുത്ത സഹായത്തിന്റെ 5 ഇരട്ടിയാണ്, 4 ഇരട്ടി 5 ഇരട്ടിയാണ് ഇപ്പോ സ്റ്റേറ്റ് കൊടുക്കുന്നത്. അതെന്താ അങ്ങനെ പറ്റിയത്? ജീവനക്കാരുടെ എണ്ണവും കുറഞ്ഞു, അപ്പൊ സാലറി ലയബിലിറ്റി കുറയില്ലേ? ഇതും കുറഞ്ഞു, ഷെഡ്യൂളും കുറഞ്ഞു, വണ്ടി അത്ര ഓടുന്നില്ല, പക്ഷെ ചെലവ് കൂടുകയാണ്. അതിന്റെ അർത്ഥം എന്താ? അതൊക്കെ ശ്രദ്ധിക്കണം. സേവനം മാത്രമല്ല, അതിനെയൊക്കെ കുറെ കൂടെ സെൽഫ് റിലയന്റ് ആക്കാനും കൂടി ശ്രമിക്കണം. മനസ്സിലായില്ലേ? അതങ്ങനെ പൊക്കോട്ടെ, ഇതിങ്ങനെ പൊക്കോട്ടെ. ഇത് സേവനമാണെന്ന് പറയാൻ പറ്റില്ല. സേവനത്തിന്റെ രീതി ചെയ്യണം. അല്ല, അതൊക്കെ ഒരു പോളിസി മാറ്റർ ആണ്. സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റുകൾ ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട് നയപ്രഖ്യാപനത്തിൽ. അല്ലെന്നേ, ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ തന്നെ അസംബ്ലി പറഞ്ഞല്ലോ, ഗവൺമെന്റ് പല സ്ഥലത്തും ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല ഗവൺമെന്റിന്.